ടൂൾസ് ബോക്സ് ആണ് കേട്ടോ. ഇലക്ട്രോണിക്സ് ടൂൾസ് ബോക്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് PVC പൈപ്പുകൾ കൊണ്ടാണ്. PVC പൈപ്പ് പറഞ്ഞാൽ ഇപ്പൊ ഇതാ നമ്മളെ വീട്ടിലിങ്ങനെ വേസ്റ്റ് ആയി കിടക്കുന്ന PVC പൈപ്പുകളാണ് ഇതിൽ മുഴുവൻ. അതിൽ നമ്മൾ നല്ല കനമുള്ള, ഇതിപ്പോ വളരെ കനം കുറഞ്ഞ ഒരു PVC പൈപ്പാണ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല കനം കൂടിയ പൈപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ മൂലക്കെ കിടക്കുന്ന PVC പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൂൾസ് ബോക്സ് ആണത്. കണ്ടോ അതിന്റെ അറകളൊന്ന് ഇതിങ്ങനെ ഇവിടെ ഓരോ സ്റ്റെപ്പായിട്ട്. അപ്പൊ ഇതിൽ നമ്മള് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ അറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മൾട്ടിമീറ്റർ എടുത്താൽ കാണാം. കണ്ടോ നമ്മളെ സ്വിച്ച്, മറ്റേത് മറിച്ചത്, സ്ക്രൂകൾ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട്. കണ്ടോ അതെടുത്ത് ഓക്കെ. അയണെടുത്ത് അയണതാ. ഇത്രയും സാധനങ്ങൾ അതിലുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ഒരു അറയും കൂടി വരുന്നുണ്ട്. മൊത്തത്തിലുള്ള വലിയ പാർട്ടീഷൻ ഇല്ലാത്ത ഒറ്റൊരു സ്പേസ്. ഇതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ സിസ്റ്റങ്ങൾ അറിയില്ല, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ടൂൾസ് ബോക്സ്. നമുക്കിതാ ഇങ്ങനെ അടക്കാം. അതിന് ഡോറിൻ്റെ പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ കട്ടി കുറഞ്ഞതാണ്, ഇവിടെ കട്ടി കൂടിയതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിയതൊന്നുമല്ല. കട്ടി കുറഞ്ഞ പീസ് കിട്ടിയപ്പം അതിന് ഏറ്റവും നല്ലത് ഡോറാക്കാനാന്നുള്ളത് മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്തത്. അതിനാണ് ഇവിടെ സപ്പോർട്ടൊക്കെ കണ്ടില്ലേ, അതിലൊരു സപ്പോർട്ടിനൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഞാൻ അടക്കട്ടെ, ഈ സാധനം ഇതിൽ വെച്ചിട്ടെ. ഹാൻഡിൽ കണ്ടില്ലേ, ഹാൻഡിൽ നമ്മളിതാ ചെറിയ PVC നേരെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എൽബോ, പിന്നെ ബെൻഡ്, എൽബോ അല്ല ബെൻഡ്. പിന്നെ പീസുകൾ, ഇതൊക്കെ PVC പൈപ്പുകൾ നമ്മൾ ഈ ഷേപ്പിലേക്ക് മാറ്റി കൊടുത്തതാണ്. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക മെക്കാനിസം അല്ലേ. അത് തുറക്കുമ്പോഴുള്ള കണ്ടില്ലേ. ഇതിൽ PVC അല്ലാത്തത് ഈ പിന്നെ സ്ക്രൂകളും നെട്ട് ബോൾട്ട്, അതുപോലെ ഈ ഒരു എന്താ പറയുക ഹിഞ്ചസ് അല്ലേ, നമ്മൾ എന്താ പറയുക വിജാഗിരി എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഇപ്പുറം അടച്ചാൽ ഇത് റിപ്പീറ്റ് വെച്ചുകൊണ്ട് ചെയ്തതാണ്. ഇത്രേ പുറത്തേക്ക് കാണുള്ളൂ. ഇത് നമ്മളെ ചിഹ്നം സകലം സകലം. അപ്പോൾ ഇതിൽ സകലത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് കാണിച്ചു തരിക മാത്രമല്ല, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു ടൂൾസ് ബോക്സ്, വേസ്റ്റ് PVC പൈപ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഈ ടൂൾസ് ബോക്സിനെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇത്തരം പൈപ്പുകളൊക്കെ എടുത്തിട്ട് നന്നായി വൃത്തിയാക്കുക. അതിനുശേഷം നീളത്തിൽ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചിട്ടാണ് ചൂടാക്കുന്നത്. നിങ്ങളെടുത്ത് എന്താണോ ചൂടാക്കാനുള്ള സംവിധാനം അത് ഉപയോഗിച്ച് ചൂടാക്കിയതിന് ശേഷം അത് നന്നായിട്ട് പരത്തി വെച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് അതിനെ നിവർത്തിയെടുക്കുക. ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത്. കിട്ടിയ പൈപ്പുകളൊക്കെ നമ്മൾ ഇതുപോലെ നിവർത്തി, എന്നിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ സൈസൊക്കെ മാർക്ക് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് സൈഡും നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് വളച്ച് വെച്ചാൽ മതി. അതെങ്ങനെ വളക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അതുപോലെ നമുക്ക് ആവശ്യമായ അളവുകളിൽ നമുക്ക് കട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നടുഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അതിൻ്റെ ശേഷം രണ്ട് സൈഡും നമുക്ക് വളച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പൈപ്പുകൾക്കിടയിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് അത് ബ്ലോവർ ഉപയോഗിച്ച് ചൂടാക്കുന്നു, എന്നിട്ട് മെല്ലെ വളച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള സംവിധാനം ഇല്ലെങ്കിൽ ചൂടാക്കിയിട്ട് മേശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിൻ്റെ അറ്റഭാഗത്ത് വെച്ച് വളച്ചു കൊടുത്താൽ മതി. പൈപ്പുകൾ ചൂടാക്കാൻ ഒന്നെങ്കിൽ അടുപ്പിൻ്റെ മുകളിൽ വെക്കാം, അതുമല്ലെങ്കിൽ നമുക്ക് ഓല കൊണ്ട് ചൂട്ടുണ്ടാക്കിയിട്ട് ചൂടാക്കാം. അതിനുശേഷം ഈ മേശൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റുന്ന പീസുകളൊക്കെ നമ്മൾ ഇതുപോലെ വളച്ചെടുത്തു. 2 L ഷേപ്പും ഒരു C ഷേപ്പും നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മറ്റ് പീസുകളൊക്കെ നമ്മൾ പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറഞ്ഞ പശയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷമുള്ള മുഴുവൻ പണികളും നമുക്ക് നേരിട്ടൊന്ന് കാണാം.
കിട്ടിയതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞതാണ് നമ്മൾ ഡോറിന് വേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഈ തരത്തിൽ വളയണുണ്ട്. അപ്പോൾ അത് ആ ഒരു വളച്ചിൽ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിന് ചുറ്റുഭാഗത്തും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പൈപ്പ് വേറെ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അതോടുകൂടി ആ പ്രശ്നം തീരുകയും ചെയ്തു. ശൂന്യമായി കിടക്കുന്ന PVC പൈപ്പുകൾ ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ടൂൾസ് ബോക്സിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറൊക്കെ നൽകുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം.